എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫുഡ് നോട്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടുകൂടെ സ്വാഗതം. ഒരുപാട് പേർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ചേന മെഴുക്ക് പുരട്ടിയാണ് ചെയ്യാൻ പോകുന്നത്. ചേരുവകളെല്ലാം ഞാനെടുത്തിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് കുറച്ച് നന്നായിട്ട് ചുമന്നുള്ളി വേണം, പിന്നെ വെളുത്തുള്ളിയും വേണം. ഇൻഗ്രീഡിയൻസിൻ്റെ കംപ്ലീറ്റ് ലിസ്റ്റ് ഞാൻ വീഡിയോയുടെ ഒടുവിൽ ഒരു സ്ലൈഡായിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. അത് നോക്കി സാധനം എടുത്തങ്ങ് കുക്ക് ചെയ്താൽ മതി. ശരിക്കും നന്നായിട്ട് വെച്ച് കഴിഞ്ഞാൽ ചേന മെഴുക്ക് പുരട്ടി മാത്രം കൊണ്ട് ചോറുണ്ണാം. ഇച്ചിരി നെയ്യും കൂടി ഒഴിച്ചാൽ മതി. ഇഷ്ടം പോലെ ചുമന്നുള്ളിയൊക്കെ ഇട്ട് ചെയ്യുന്നത് കാരണം ഒരു 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 അടിപൊളി ടേസ്റ്റാണ് ചേന മെഴുക്ക് പുരട്ടിക്ക്. അപ്പോൾ ചേന മെഴുക്ക് പുരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയാലോ. ഈ ചേന അരിയുന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇത് ഒരുപോലെ അരിയണം, അല്ലെങ്കിൽ ഇതിൻ്റെ വേവും പലതരത്തിലായിപ്പോവും. അപ്പോൾ നമുക്ക് ശരിയാകത്തില്ല. അപ്പോൾ നമുക്ക് ഇത് ഒരുപോലെ അരിയണം. അതുപോലെ തന്നെ ഇത് കൈ നല്ല വൃത്തിക്ക് ചൊറിയും. അത് കാരണം ആദ്യമേ വെള്ളം ഒന്നും കഴുകരുത്. ഈ ചേന ചെത്തുമ്പോൾ ഒരു കാര്യം പറയട്ടെ, അതിൽ മണ്ണുണ്ടെങ്കിലുണ്ടല്ലോ, ആദ്യം നമ്മൾ ആ വൃത്തിയായിട്ടൊന്ന് കഴുകണം. മണ്ണോടുകൂടെ അതിൻ്റെ തൊലി ചെത്തരുത്, അകത്തെല്ലാം അങ്ങ് മണ്ണാകും. അപ്പോൾ അതിന് ശേഷം മാത്രമേ തൊലി ചെത്താവൂ. പിന്നെ ചേന അരിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് കഴുകാം. ഇപ്പോൾ ഒന്നും കഴുകരുത്, കാര്യം കഴുകി കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫുൾ സമയം നമ്മുടെ കൈ ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഇതിലുള്ള ഇതിരിക്കട്ടെ, പക്ഷേ ഇതിൽ നമ്മൾ വെള്ളം ചേർക്കാതെ നമുക്കിത് അരിഞ്ഞെടുക്കണം. അപ്പോൾ അരിയുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെ ഏകദേശം ഒരുപോലെ ഇങ്ങനെ കണ്ടല്ലോ അല്ലേ. അപ്പോൾ ദാണ്ട് ഈ ഒരു പീസ് ഞാൻ നമ്മുടെ പീസിൻ്റെ വലുപ്പം അനുസരിച്ച് ഞാൻ ഒരുപോലെ ഇങ്ങനെ അരിഞ്ഞു. അതിന് ശേഷം നമുക്ക് ഇങ്ങനെ കണ്ടോ, ഇത്രയും കട്ടിയിൽ അതെല്ലാം ഒരുപോലെ അങ്ങ് അരിഞ്ഞാൽ മതി. അപ്പോൾ ചേന മെഴുക്ക് പുരട്ടിക്ക് ഒരുപോലെ അരിയുന്നതാണ് അതിൻ്റെ വിജയത്തിൻ്റെ പ്രധാന രഹസ്യം. അതെങ്ങനെ വേണമെങ്കിലും അരിയാം, പക്ഷേ ഒന്ന് ഒരുപോലെ അരിഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ ഈ ചേനയെല്ലാം അരിഞ്ഞിട്ടുണ്ട്. ഇതുവരെ വെള്ളമൊന്നും തൊട്ടില്ല കയ്യിലെ, ചൊറിയാതിരിക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇനിയും നമുക്കിതൊന്ന് കഴുകണം. അപ്പോൾ ഇത് കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ കഴിയാൽ ഒരല്പം എണ്ണയോ വല്ലതും പുരട്ടി ചെയ്താലും ചൊറിച്ചിൽ കുറവുണ്ടാവും. അല്ല, ചെറിയ ചൂടുവെള്ളത്തിലും കഴുകിയാൽ മതി. അപ്പം ഇനിയും ഈ കഴുകിക്കൊണ്ട് വന്നതിനകത്ത് ഒരല്പം ഉപ്പിട്ട്, ഒരുപാടിടല്ലേ, ഇത് നന്നായിട്ടൊന്ന് കുടഞ്ഞ് ഇച്ചിരി നേരം ഒന്ന് വെക്കണം. കാര്യം അതിനകത്ത് വെള്ളം കുറച്ചങ്ങ് ഇറങ്ങിപ്പോയിക്കോട്ടെ. ഒരു അരമണിക്കൂർ അതവിടെ ഇരിക്കട്ടെ. വലിയ ഉള്ളിയാണെങ്കിൽ നമുക്കൊന്ന് നടുവേ ഒന്ന് കീറണം. ചെറുതാണെങ്കിൽ അതങ്ങനെ തന്നെ ഇടാം. ഇഷ്ടം പോലെ ചുമന്നുള്ളി ഇതിനകത്ത് നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ വീഡിയോയ്ക്ക് താഴെ, അതൊന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കാണുന്ന ബെല്ലൈക്കണിൽ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ ALL ആ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്കുടൻ തന്നെ കിട്ടും. റെസിപ്പീസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഈ ഗാർലിക് വേണമെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാലും മതി കേട്ടോ, ചതയ്ക്കണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ ഇതാണ്ട് കണ്ടോ, ചേനയ്ക്കകത്ത് വെള്ളം കണ്ടോ. ഈ വെള്ളം നമ്മൾക്ക് വേണ്ട. ആ ചേനയെല്ലാം നമുക്ക് ഒന്ന് വാരിയെടുത്ത് കുക്ക് ചെയ്യുന്ന ചട്ടിക്കകത്തോട്ടിടാം. ഈ വെള്ളം ഇതിൽ നിന്ന് പോകുന്ന ഉടനെ തന്നെ ഇത് പൊടിഞ്ഞു പോകത്തില്ല. അതാണ് വേറൊരു ഐഡിയ ഇതിൻ്റെ. ഇച്ചിരി മഞ്ഞൾ പൗഡർ, മുളക് പൊടി, കുരുമുളക് പൊടി, എരി നമ്മളെപ്പോഴും നമ്മളുടെ ഇതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില, അത് നന്നായിട്ടൊന്ന് ഞെരടിയിടണേ. അതിൻ്റെ ഫ്ലേവറെല്ലാം ഒന്ന് വരട്ടെ അതിനകത്ത്. ഈ ചേന ഒരു 1/4 ഭാഗം വെന്താൽ മതി. അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അതൊന്ന് പകുതി 1/4 വേകാനുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ഇത് നല്ലപോലെ ഒന്ന് ഇങ്ങനെ കുടഞ്ഞോ അല്ലെങ്കിൽ നിങ്ങൾ സ്പൂൺ കൊണ്ടിട്ട് ഇളക്കി. ഇതിനകത്ത് ചേനയ്ക്കകത്ത് തന്നെ ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇനി നമ്മൾ ഉപ്പിടരുത്. നമുക്കതൊന്ന് വേകാൻ വയ്ക്കാം. വെള്ളം ആദ്യമേ ഒത്തിരി ഒഴിച്ച് കൊടുക്കരുതേ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ചേന മെഴുക്ക് പുരട്ടി പാളിപ്പോവും, കുഴഞ്ഞു പോവും. അപ്പോൾ ചേന അവിടെ വേകുമ്പം ഉള്ളിയൊക്കെ ഒന്ന് ശരിപ്പെടുത്തി എടുക്കാം. പാൻ അങ്ങോട്ട് ചൂടാകുമ്പോൾ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിക്കാം. നിങ്ങൾ ഏതെണ്ണയാണോ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കാം. എണ്ണ ചൂടാകുന്നുണ്ടെങ്കിൽ നമുക്ക് കടുകിടാം. കടുക് പൊട്ടാൻ തുടങ്ങുന്ന ഉടൻ തന്നെ നമുക്ക് വെളുത്തുള്ളി ഇടണം, അല്ലെങ്കിൽ കടുക് കരിഞ്ഞു പോവും. ഒരു 15 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ചുവന്നുള്ളി ഇടാം. ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഇതൊന്ന് പകുതി വഴലുന്നരം വരെ സമയമുണ്ട്. ആ സമയത്തേക്ക് ചേന വേകും. ചേന പകുതി വേകും, മുഴുവൻ വേകരുത്. നമ്മുടെ ഉള്ളി ഏകദേശം പകുതി വഴന്നു. അപ്പോൾ നമുക്ക് വറ്റൽമുളക് ഇടാം.
കറിവേപ്പില ഇടാം. കറിവേപ്പിലയൊക്കെ ആദ്യമേ ഇട്ടാൽ എണ്ണയ്ക്കകത്തങ്ങ് വല്ലാതെ വഴന്നു പോകും, അപ്പോൾ അതിന് ഗുണമില്ലാതെ പോകും. അതുകൊണ്ടാണ് നമ്മൾ താമസിച്ചിടുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ചേന ഇടാം. അപ്പോൾ ചേന കണ്ടോ നല്ല കറക്റ്റായിട്ട് വെന്തിരിക്കുകയാണ്. അപ്പോൾ ചേനയ്ക്കകത്ത് ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പം ഉള്ളിക്കകത്ത് നമ്മൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ല. ഈ ചേനയുടെ മസാലയുടെ ഉപ്പൊക്കെ അതേ പിടിച്ചോളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് തുവർത്തിയെടുക്കണം. അതുപോലെ തന്നെ എണ്ണ വേണമെങ്കിൽ അല്പം കൂടെ ഒഴിക്കാം. കിടിലൻ ചേന മെഴുക്ക് വരട്ടി. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആകണം. ഇനി മസാലയൊന്ന് ബാക്കി ഈ ഉള്ളിക്കകത്ത് കിടന്ന് ചേന വെന്തോളും. ഞാൻ ഓർപ്പിക്കാറുള്ള പോലെ ഈ മസാല ചട്ടിയുടെ ബേസിൽ പിടിക്കാൻ സമ്മതിക്കരുത്. അപ്പോൾ അതെല്ലാം ഇളക്കിയെടുക്കണം. നോൺ സ്റ്റിക്കിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതങ്ങനെ പിടിക്കത്തില്ല. അപ്പോൾ അത് പോയി കഴിഞ്ഞാൽ മെഴുക്ക് വരട്ടിയുടെ ടേസ്റ്റ് അങ്ങ് പോകും. നല്ല നെയ്യും കൂട്ടി ചോറുണ്ണാൻ ഇത് മാത്രം മതി. അപ്പോൾ ഇനിയിപ്പോൾ ഒത്തിരി ലോ ആയിട്ട് വെക്കരുത് ഫ്ലെയിം, ഇച്ചിരി ഒരു മീഡിയത്തിൽ വേണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇതൊന്ന് തുവർത്തിയെടുത്താൽ മതി. പൊടിഞ്ഞു പോവുകയും ചെയ്യരുത്. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ചെറുതായിട്ട് ചേന അരിഞ്ഞാൽ പൊടിഞ്ഞു പോവും. അതുപോലെ തന്നെ ഒരുപാട് വെള്ളം വെച്ച് വേവിച്ചാലും ചേന പൊടിഞ്ഞു പോവും. ചേന മെഴുക്ക് വരട്ടി റെഡിയാണ്. കണ്ടോ, ഇത് കുഴയാതെ നല്ല പരുവത്തിന്. ഈ കറിവേപ്പില ഇടയ്ക്കിടയ്ക്ക് ഇടുന്ന ഒരു അസുഖമായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് കേട്ടോ. ഭയങ്കര ആരാധനയാണ് എനിക്ക് കറിവേപ്പിലയോട്. ഒരുപാട് റെസിപ്പീസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.